എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിതീഷ്. AMAI വടക്കാഞ്ചേരി ഏരിയയുടെ നേതൃത്വത്തിൽ കർക്കിടകവും ആയുർവേദവും എന്ന വിഷയം ആസ്പദമാക്കി ഒരു അവയർനെസ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞവരേരിയാണ്. ഞവരേരി സാധാരണ രണ്ട് തരത്തിൽ കണ്ടുവരാറുണ്ട്, ചുമപ്പും വെളുത്തതും. ചുമപ്പാണെങ്കിൽ ഔഷധത്തിലും അതുപോലെ തന്നെ ഭക്ഷണത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വെളുത്ത ഞവരേരി കൂടുതലും ഭക്ഷണത്തിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. ഏതൊരു സസ്യത്തെ പോലെയും ഞവരയുടെ ശരീരത്തിലുള്ള പ്രവർത്തനം നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ രസാദി ഗുണങ്ങളിലൂടെയാണ്. ഞവരയുടെ രസം മധുരരസം, ഗുണം സ്നിഗ്ധം ലഘു, വീര്യം ഉഷ്ണം, വിപാകം അതായത് ഞവര കഴിച്ച് ദഹിച്ചു കഴിഞ്ഞാലുള്ള രസം മധുരരസം. ദോഷകരത്വമാണെങ്കിൽ സ്നിഗ്ധ ഗുണവും ഉഷ്ണവീര്യവും ഉള്ളതുകൊണ്ട് വാതഹരവും, മധുരരസവും മധുരവിഭാഗം ഉള്ളതുകൊണ്ട് പിത്തഹരവുമാണ്. സ്നിഗ്ധഗുണവും മധുരരസവും മധുരവിഭാഗവും ഉള്ളതുകൊണ്ട് കഫദോഷത്തെ ഞവര വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ അത്തരം അവസ്ഥകളിൽ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കുവാൻ. ഉഷ്ണവീര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞവര ദഹിക്കുവാനും എളുപ്പമാണ്. അതുപോലെ തന്നെ പുറമേ ഉപയോഗിക്കുമ്പോൾ വേർപ്പിക്കുവാനും ഡിറ്റോക്സിഫിക്കേഷന് വേണ്ടിയും ഉപകാരപ്പെടുന്നു. ഉഷ്ണവീര്യം ഉള്ളതുകൊണ്ട് തന്നെ ദഹിക്കാൻ വളരെ എളുപ്പമാണ് ഞവര. അതുകൊണ്ട് തന്നെയാണ് ഞവരേരി കർക്കിടകഞ്ഞിയിൽ ഒരു പ്രധാന ചേരുവയാവുന്നത്. ഇനി നമുക്ക് ഞവരയുടെ ഫാർമക്കോളജിക്കൽ എഫക്ട്സ് എന്തെല്ലാമെന്ന് പരിശോധിക്കാം. മാക്രോ ന്യൂട്രിയൻസായി കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റും ഞവരയിൽ അടങ്ങിയിട്ടുണ്ട്. മൈക്രോ ന്യൂട്രിയൻസായി സിങ്ക്, മെഗ്നീഷ്യം, അയൺ, കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫിനോളിക് കോമ്പൗണ്ട്സും ഫ്ലവനോയിഡ്സും ഞവരയിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ഞവരയിൽ കാണപ്പെടുന്നു. വെളുത്ത അരി അല്ലെങ്കിൽ പോളിഷ് റൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞവരയരിയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് താരതമ്യേന കുറവാണ്. ഫൈബർ കണ്ടന്റ് അല്പം കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി പരമാവധി ഇംപ്രൂവ് ചെയ്യാനാണ് ഞവരയരി സഹായകരമാവുക. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിൽ താരതമ്യേന ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അരിയാണ് ഞവരയരി. വൈറ്റമിൻ ബി ധാരാളമായി അടങ്ങിയതിനാൽ ക്ഷീണമകറ്റുവാനും അതുപോലെ തന്നെ ദഹനപ്രക്രിയ നന്നാക്കുവാനും ഞവരയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഉള്ളതിനാൽ സ്കിൻ റീജനറേഷനും ഞവര സഹായകരമാണ്. പ്രസവാനന്തരം സ്ത്രീകളിൽ മുലപ്പാൽ കുറവാണെങ്കിൽ ഞവരയരി പാലിൽ കുറുക്കി സേവിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ഉപകാരപ്പെടും. പുരുഷന്മാരിൽ സ്പേം മോട്ടിലിറ്റി കുറവാണെങ്കിലും അതുപോലെ തന്നെ സ്പേം കൗണ്ട് കുറവാണെങ്കിലും ഞവര പാലിൽ ചേർത്ത് സേവിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. നമ്മുടെ ശരീരത്തിലെ പല പേശികൾക്കുണ്ടാവുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലും അതുപോലെ തന്നെ ജോയിന്റുകളിൽ ഉണ്ടാവുന്ന ഡീജനറേറ്റീവ് കണ്ടീഷൻസിലും ഞവര വളരെ ഗുണപ്രദമാണ്. ഇത്തരം അവസ്ഥകളിൽ നമ്മൾ പാലിലും കുറുന്തോട്ടി കഷായത്തിലും ചേർത്ത് വേവിച്ച് ഞവര കിഴിയായും അതുപോലെ തന്നെ ഞവര തേപ്പായും ഉപയോഗിക്കാറുണ്ട്. കുട്ടികളിൽ കാണപ്പെടുന്ന പോഷകക്കുറവിന് ഞവരയരി പശുവും പാലിലോ അതല്ലെങ്കിൽ നാളികേര പാലിലോ ചേർത്ത് കഞ്ഞി വെച്ച് കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഈ പറഞ്ഞതെല്ലാമാണ് ഞവരയരിയുടെ ഗുണങ്ങളും അതിന്റെ ഉപയോഗവും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.